അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ? കൺസിസ്റ്റൻസി എന്ന ഒന്ന് ഇല്ലേ ഇല്ല. സോ നൗ അമേരിക്ക നോസ് ദാറ്റ് ദേ ആർ ഫൈറ്റിംഗ് എ ലോൺ ബാറ്റിൽ. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ വലിയ ടാരിഫ് ചുമത്തിയപ്പോൾ അമേരിക്ക അങ്ങനെ വിശ്വസിക്കാനാവില്ല എന്നൊരു ചിന്ത യൂറോപ്പിനുണ്ടായി. ഇറാൻ ഹോർമൂസ് തുറന്നു തരും, പക്ഷേ അവിടെ കൂടെ പോകുന്നത് ഇറാന്റെ കപ്പലുകളായിരിക്കും ആദ്യം. പണ്ട് കാരണവന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ. അമേരിക്ക ഇപ്പോൾ കൊത്തിയിരിക്കുന്നു. അത് തീരെ ചെറിയ വിരയല്ല കുത്തിയിരിക്കുന്നത്. പാലസ്തീനിൽ സംഭവിപ്പിച്ചത് അതുപോലെ ഇറാനിൽ ആവർത്തിക്കാം എന്ന് കരുതിയെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ പർദീസയിലാണ് വസിക്കുന്നത്. കരയുദ്ധം കൊണ്ടുണ്ടായാൽ ഇതിന്റെ 10 മടങ്ങാണ് ചെലവുണ്ടാവുക. ഇത്രയും ചെലവ് താങ്ങാൻ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കാവില്ല. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു ഭാഗത്ത് ഇറാനുമായി കരാറിലെത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് മറുഭാഗത്ത് തന്നെ വൻ സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതും. ഇതിനിടയിലാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാലും ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണ് എന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇന്ധന പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞ കാര്യമാണ്, ഹോർമൂസിൽ പോയി എടുത്തോളൂ എന്ന്. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാനെ തീർക്കും എന്നൊക്കെ ഗീർവാണം മുഴക്കിയ ട്രംപിന് ഇപ്പോൾ പരാജയം മണത്തോ? അതാണോ ഇങ്ങനെയുള്ള നിലപാട് മാറ്റങ്ങൾക്ക് പിന്നിൽ? പൊതുവെ ഒരു ബ്രേവ് ഫേസ് ഇങ്ങനെ പൊട്ടപ്പ് ചെയ്യുമ്പോഴും ഉള്ളിൽ പരാജയ ഭീതിയുണ്ട്. കാരണം അമേരിക്ക ഒരു വലിയ ശക്തിയല്ലേ. ചെറിയ പരാജയം പോലും വേദന ഉണ്ടാക്കും. ഈ ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച വളരെ വേദനാജനകമല്ലേ. അതുകൊണ്ടാണ് തങ്ങൾ വിചാരിച്ചിട്ട് ഹോർമൂസ് തുറക്കാൻ കഴിയുന്നില്ല. ആദ്യം പറഞ്ഞല്ലോ, ട്രംപ് പറഞ്ഞല്ലോ, തങ്ങൾ ബലം പ്രയോഗിച്ച് ഹോർമൂസ് തുറക്കും, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് നെറ്റോയോട് പറഞ്ഞു. നെറ്റോ പറഞ്ഞു സാധ്യമല്ല, ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ പങ്കാളിത്തമില്ല. അപ്പോൾ നെറ്റോ പേടിത്തൊണ്ടന്മാരാണ്, നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും എന്നായി. പിന്നീട് പറഞ്ഞു ചൈനയും റഷ്യയും ഒക്കെ കടന്നു വന്നാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഹോർമൂസ് അങ്ങ് ബലം പ്രയോഗിച്ച് തുറക്കാം. ചൈനയും റഷ്യയും പറഞ്ഞു ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഇതിനു വേണ്ടി നിൽക്കാനാവില്ല. അപ്പം അവിടെയും അപ്പം പറഞ്ഞു എണ്ണ ആവശ്യമുള്ളത് ആരാണോ അവർ വരൂ, തുറക്കൂ, കൊണ്ടുപോകൂ, ഞങ്ങൾക്കൊരു തുള്ളി എണ്ണ വേണ്ട. ഒന്നുകൂടെ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണയുണ്ട്, വേണ്ടവർക്ക് അമേരിക്കയിൽ വന്ന് എണ്ണ വാങ്ങി കൊണ്ടുപോകാം, ഇപ്പം നല്ല വിലയുണ്ടല്ലോ, ഞങ്ങൾക്കത് ലാഭമാണ് എന്നും പറഞ്ഞു. അപ്പം ഇതെല്ലാം ഒരുതരം തീരെ LKG വിദ്യാർത്ഥികളുടെ നിലവാരത്തിലേക്ക് സംസാരം താഴുന്നുവോ എന്നൊരു സംശയമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ? കൺസിസ്റ്റൻസി എന്ന ഒന്ന് ഇല്ലേ ഇല്ല. ഇപ്പോൾ പറയുന്നു ഹോർമൂസ് അടഞ്ഞു കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങളങ്ങ് പോവും, നിങ്ങളിനി എന്തെങ്കിലും ചെയ്ത് അതിലെ ഇറാന്റെ കാല് പിടിച്ചാണെങ്കിലും എണ്ണ കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഡീലുണ്ടാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്ക്, ഞങ്ങൾക്കിതിൽ പങ്കില്ല. ഇതൊരു തരം നിരാശാബോധത്തിൽ നിന്നുണ്ടാകുന്ന ചില ജൽപ്പനങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ നിരാശ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ മൾട്ടിപ്പിൾ കാരണങ്ങളാണ്. ഒന്ന്, എക്കാലത്ത് പങ്കാളികളായിരുന്ന നെറ്റോയുടെ പിന്തുണയില്ല. മുൻപ് നടത്തിയ എല്ലാ യുദ്ധങ്ങളും, ഒന്നാം ഗൾഫ് യുദ്ധം 1991, രണ്ടാം ഗൾഫ് യുദ്ധം 2003, ഈ യുദ്ധങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നെറ്റോ പങ്കാളികളുടെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും സ്പെയിനിന്റെയും ഇറ്റലിയുടെയും എല്ലാം തന്നെ സേനാ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമേരിക്കൻ സേനയോടൊപ്പം തന്നെ അവർ കപ്പലുകളെ അയച്ചും മറീനുകളെ അയച്ചും ഭടന്മാരെ അയച്ചും എല്ലാം സഹായിച്ചു. അമേരിക്കൻ ഭടന്മാരല്ലാതെ ഒരൊറ്റ ട്രൂപ്സ് ഇല്ല അവിടെ. ഇസ്രായേലി ആൻഡ് അമേരിക്കൻ ട്രൂപ്സ് എലോൺ. സോ നൗ അമേരിക്ക നോസ് ദാറ്റ് ദേ ആർ ഫൈറ്റിംഗ് എ ലോൺ ബാറ്റിൽ. ഒറ്റയ്ക്കാണ്, തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചിന്ത ഉണ്ട്. എക്കാലത്തും കൂടെ നിന്ന ബ്രിട്ടൻ പോലും ഈ യുദ്ധം അനാവശ്യ യുദ്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ട്രംപ് നടപടിയെടുത്തു. ട്രംപ് അധിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ ഇവരെ വല്ലാതെ പിണക്കിയത് വ്യാപാര യുദ്ധത്തിലല്ലേ. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ വലിയ ടാരിഫ് ചുമത്തിയപ്പോൾ അമേരിക്ക അങ്ങനെ വിശ്വസിക്കാനാവില്ല എന്നൊരു ചിന്ത യൂറോപ്പിനുണ്ടായി. ആത്യന്തികമായി റഷ്യയിൽ നിന്നും തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണമെങ്കിൽ നെറ്റോ ഉണ്ടാകണം, അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകണം. പക്ഷേ ഈ നെറ്റോയൊക്കെ, പ്രത്യേകിച്ച് യൂറോപ്പിനെ സംരക്ഷിക്കുന്നത് തങ്ങളുടെ വലിയൊരു ബാധ്യതയാണ്.
ബാധ്യതയായി കണ്ടുകൊണ്ട് പിന്മാറുകയാണ്. യുണൈറ്റഡ് നേഷൻസ് ഒരു ബാധ്യതയാണ്, അതിനുവേണ്ടി അമേരിക്ക ചെലവഴിക്കുന്ന തുക ഒരു ബാധ്യതയാണ് എന്ന് കണ്ടുകൊണ്ട് പിന്മാറുകയാണ്. അപ്പം അതിൽ നിന്നെല്ലാം പിന്മാറി അമേരിക്കയുടേതായ പന്ഥാവ് സ്വീകരിച്ച് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തിന് തങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകണം? ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ചിന്ത. മറ്റ് രാജ്യങ്ങളും ഇപ്പം കൈയച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക യുദ്ധം തുടരൂ, ഇറാനെ പരമാവധി നശിപ്പിക്കൂ, തങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോഴും ഉള്ളിൽ തട്ടി പറയുന്നതാണോ അതോ അമേരിക്കയെ ഭയപ്പെട്ട് പറയുന്നതാണോ? ആത്യന്തികമായി ഇറാൻ എന്ന ഭീഷണി അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് കേട്ടോ. നിരന്തരം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ ഇറാന്റെ ഒരു ശക്തി കുറച്ചുകൊണ്ട് വരണമെന്ന ആഗ്രഹം സൗദിക്ക് മാത്രമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ട്. അതിപ്പോഴത്തെ ഈ കാര്യത്തിൽ ഒരു തീർത്ഥം എടുക്കുക ഈ ചിന്തയുണ്ട്. പക്ഷേ ആത്യന്തികമായി ബാധ്യതയായത് അമേരിക്ക ബാന്ധവമല്ലേ? ഇറാൻ തങ്ങളെ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് തങ്ങൾ താവളം കൊടുത്തതുകൊണ്ട് അല്ലേ എന്ന് ഏതാണ്ട് കുറച്ചുകൂടി കൃത്യതയോടെ ഉറച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. പക്ഷെ അവർക്ക് അവരുടെ രാജ്യത്തിന് പുറത്തേക്ക് ആ ചിന്തയെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം അമേരിക്കയെ ഭയമാണ്. ഈ ഭയപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുകയാണ് അമേരിക്ക രാജ്യങ്ങളെ. അപ്പം അതാണ് അവസ്ഥ. ഇപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് അനാവശ്യമായി ആക്രമണം വലിച്ചഴിക്കുകയാണ്. ഇപ്പം സ്റ്റീൽ പ്ലാന്റുകൾ ആക്രമിച്ചു. അപ്പം ഇറാൻ പറയുന്നു തങ്ങളും സ്റ്റീൽ പ്ലാന്റുകൾ ആക്രമിക്കും, ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കുന്നു, സർവകലാശാലകൾ ആക്രമിക്കുന്നു. ഇങ്ങനെ പോയാൽ അടിയും തിരിച്ചടിയുമായി എങ്ങനെ മുന്നോട്ട് പോകും? ഹോർമൂസിലൂടെ എണ്ണ കൊണ്ടുപോകണ്ടേ എന്നെങ്കിലും ഒറ്റ വഴിയേ ഉള്ളൂ. ഇറാൻ ഹോർമൂസ് തുറന്നു തരും. പക്ഷേ അവിടെ കൂടെ പോകുന്നത് ഇറാൻ്റെ കപ്പലുകളായിരിക്കും. ആദ്യം ഇറാൻ്റെ എണ്ണയുമായി ഉപരോധമില്ലാതെ ഇറാൻ കപ്പലുകൾ വെളിയിലേക്ക് പോകണം. ഇറാനിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള സപ്ലൈ വെളിയിൽ നിന്നും എത്തണം. അമേരിക്ക ഒന്നും ചെയ്യേണ്ടതില്ല, ഒഴിഞ്ഞു പോയാൽ മാത്രം മതിയാകും, ആക്രമണം നിർത്തിവെച്ചാൽ മാത്രം മതിയാകും. എല്ലാം പൂർണ്ണ സ്ഥിതിയിലാകും. ഒരു 4-5 വർഷമെടുക്കും. നഷ്ടപ്പെട്ടു പോയ ചില ഇൻഫ്രാസ്ട്രക്ചറുകൾ തിരിച്ചു പിടിക്കാൻ ഏറെ സമയമെടുക്കും ഇറാന്, കുറച്ച് സമയമെടുക്കും ഗൾഫ് രാജ്യങ്ങൾക്ക്. എങ്കിലും അമേരിക്ക യുദ്ധം നിർത്തി എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചത് അമേരിക്കയാണല്ലോ. ഇപ്പം ഇറാൻ പറയുന്നതിന് ന്യായമില്ലേ? തുടങ്ങിയതാരോ അവർ തീരുമാനിക്കും. അല്ല എങ്കിൽ അവർക്ക് പിൻവലിക്കാനാവുന്നില്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും എത്ര നേരം യുദ്ധം ചെയ്യണമെന്ന്. തങ്ങൾ തീരുമാനിക്കും നിങ്ങൾ യുദ്ധം തുടങ്ങാനേ പറ്റൂ, അവസാനിപ്പിക്കുന്നത് ഞങ്ങളുടെ ടേംസിലായിരിക്കും എന്ന് പറയുന്നത് കുറേയൊക്കെ ശരിവെക്കുന്ന രീതിയിലല്ലേ? നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇറാന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പക്ഷേ കീഴടക്കാനാവില്ല, പിടിച്ചെടുക്കാനാവില്ല. ആ നിലയിൽ വരുമ്പോൾ ട്രംപിന് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളല്ലേ പറയാനാവൂ. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹോർമൂസ് തുറന്ന് എണ്ണ കൊണ്ടുപോകുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്നതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നാളെ ഇനി മറിച്ച് പറഞ്ഞുകൂടായികയില്ല. ഇതാ ഞങ്ങൾ ഒരിക്കൽ കൂടി ബലം പ്രയോഗിച്ച് തുറക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൂടായികയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പം ലേറ്റസ്റ്റ് പറഞ്ഞതിനെ വെച്ചിട്ടല്ലേ നമുക്ക് വിലയിരുത്താനാവൂ. അതുകൊണ്ട് അനിശ്ചിതത്വം തുടരുന്നു, ട്രംപിൻ്റെ മാറ്റിപ്പറച്ചിലുകൾ തുടരുന്നു. അതിനർത്ഥം കൃത്യമായ യുദ്ധ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ച് ഇറാനിൽ നടത്തുന്ന ആക്രമണം യുഎസിന് ഉണ്ടാക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യത എന്ന റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. പ്രതിദിനം 8455 കോടി രൂപയാണ് അത്ര US ഇറാൻ ആക്രമണത്തിനായി ചെലവാക്കുന്നത്. ആലോചിക്കണം, 8455 കോടി രൂപ ഒരു ദിവസം ചെലവാക്കുന്നുവെന്ന്. സംഘർഷം ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കയുടെ മൊത്തം ചെലവ് 2.63 ലക്ഷം കോടി രൂപയായി എന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഇതിനു പുറമെയാണ് US സൈനിക താവളങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള നഷ്ടം. കൂടാതെ നിരവധി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുമുണ്ട്. ഇതുമൂലം ഓരോ സെക്കൻഡിലും 9.8 കോടി രൂപയാണ് US ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനെല്ലാം പുറമെ ട്രംപിനെതിരെ വലിയ പ്രതിഷേധവും അമേരിക്കയിൽ നടക്കുന്നുമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കരയുദ്ധം എന്ന സാഹസത്തിന് ഇനി ട്രംപ് തയ്യാറാകുമോ? കരയുദ്ധത്തിന് പോകാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാരണവന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ. അമേരിക്ക ഇപ്പോൾ കൊത്തിയിരിക്കുന്നു. അത് തീരെ ചെറിയ വിരയല്ല കുത്തിയിരിക്കുന്നത്, ഒരു വലിയ
ഒരു വലിയ പുഴുവിനെയാണ് കുത്തിയിരിക്കുന്നത്. ഇതൊന്നും വിഴുങ്ങാനാവാത്ത ഒന്നാണ്. ഇറാൻ ഈസ് ടു ബിഗ്. ഇറാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, അമേരിക്കയെ ജെന്റിലായി ഒന്ന് ഓർമ്മിപ്പിച്ചു. പാലസ്തീനിൽ സംഭവിപ്പിച്ചത് അതുപോലെ ഇറാനിൽ ആവർത്തിക്കാം എന്ന് കരുതിയെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ പറുദീസയിലാണ് വസിക്കുന്നത്. പാലസ്തീൻ അല്ല ഇറാൻ. അതായത് ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ ഏറെ ശ്രമിച്ചിട്ടും ഗാസയെ പൂർണ്ണമായി, അതായത് ഹമാസിന്റെ ത്രെട്ട് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഹമാസിനെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇറാൻ എന്ന വലിയ രാജ്യത്തിന്റെ കേപ്പബിലിറ്റീസ് ആകാശത്ത് നിന്നോട് തകർക്കാം, പക്ഷേ ഭൂമിയിലിറങ്ങി എങ്ങനെ തകർക്കാനാവും? അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈസ് തിങ്കിങ് 10 times. പുറത്തെന്തെങ്കിലും പറയുമ്പോഴും ഉള്ളിൽ പുകയുന്ന നീറിക്കൊണ്ടിരിക്കുകയായിരിക്കണം ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സ്. കാരണം കീശ ചോരുന്നത് ഒരു ബിസിനസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് അറിയുന്നില്ലെന്നൊന്നും പറയാനാവില്ല. നന്നായി വേദനിക്കും. 2.3 ട്രില്യൺ ഡോളറാണ് ഓൾറെഡി ചെലവ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി പറഞ്ഞല്ലോ. അതനുസരിച്ച് ഈ യുദ്ധം ആകാശത്ത് നിന്നുകൊണ്ട് പൊരുതുമ്പോൾ ആൾനാശം കാര്യമായി ഇല്ല, അമേരിക്കൻ ട്രൂപ്സിന് കാര്യമായ നാശനഷ്ടങ്ങളില്ല. ഏതാനും പേർ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് വാസ്തവമാണ്. പക്ഷേ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധനനഷ്ടം മാത്രമല്ല, ജീവഹാനി, മാനഹാനി സംഭവിക്കും. അത് ഉറപ്പല്ലേ? അത് ഒഴിവാക്കാൻ ഒരുപക്ഷെ ഇത്രയും മൂപ്പിച്ച് നിർത്തുകയും എന്നിട്ട് തന്ത്രപരമായി നാടകീയമായി പിന്മാറ്റം പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ അമേരിക്കയുടെ ടാങ്കുകൾ ഇറാനിലേക്ക് ഇരച്ചു കയറും സാധ്യമാണോ? ഇറാന്റെ മണ്ണിലേക്ക് ആംഫീബിയം ഓപ്പറേഷനിലൂടെ ഈ വൻപൻ പടക്കപ്പലുകളുടെ പള്ള തുറന്ന് അതിനടിയിൽ നിന്നും ടാങ്കുകൾ കരയിലേക്ക് കയറുകയാണ്, 100 കണക്കിന് ടാങ്കുകൾ. സാധ്യമാണോ? ഇതൊക്കെ സിനിമയിൽ കാണാം. പക്ഷേ യഥാർത്ഥ യുദ്ധത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ടാങ്ക്സ് വേണം, കവചിത വാഹനങ്ങൾ വേണം, ഹൊവിറ്റ്സേഴ്സ് വേണം, ഗൺസ് വേണം. അതിനൊക്കെ പുറമെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഹ്യൂമൻ ബീയിങ്സും വേണം, അമേരിക്കൻ ഭടന്മാർ വേണം, ട്രൂപ്സ് വേണം. ഉണ്ട്, അമേരിക്കയ്ക്ക് ട്രൂപ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെ ഇല്ലല്ലോ. പക്ഷേ അതിൻ്റെ വിന്യാസത്തിനുണ്ടാകുന്ന ചിലവ്, ഓൾറെഡി ഉള്ള ചിലവ്, ഒരു ദിനം ഉണ്ടാകുന്ന ചിലവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് എത്ര ദിവസമായി? ഇപ്പോൾ 1 മാസമായി. ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. ഇനിയും കരയുദ്ധം കൂടെ ഉണ്ടായാൽ ഇതിൻ്റെ 10 മടങ്ങാണ് ചിലവുണ്ടാവുക. ഇത്രയും ചിലവ് താങ്ങാൻ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവില്ല. പണം അമേരിക്ക എങ്ങനെയാണ് ചിലവാക്കുന്നത്? അമേരിക്കൻ പാർലമെന്റിനോട് പ്രസിഡന്റ് പറയുന്നു, എനിക്ക് ഇത്രയും പണം വേണം, യുദ്ധ ആവശ്യത്തിന് വേണ്ടി ഇത്രയും പണം വേണം. ഏതാണ്ട് 970 ബില്യൺ ഡോളറാണ് പ്രതിരോധ ചിലവായി വരുന്നത്. അത് 1.5 ട്രില്യൺ ഡോളറായി ഉയർത്തണമെന്നാണ് ട്രംപ് പാർലമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റ് തിരിച്ചു ചോദിക്കില്ലേ? പൈസ തരാം, പക്ഷേ എന്താണ് ഉദ്ദേശം? എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാവുക? എന്ത് ലക്ഷ്യങ്ങളാണ് നേടാൻ പോവുക? അതേക്കുറിച്ച് അറിയാനുള്ള ജനങ്ങളുടെ അവകാശം പാർലമെന്റിലൂടെ അവർ ചോദിക്കും. ട്രംപിന് എന്ത് പറയാനൊക്കും? തങ്ങൾക്ക് ഇത്രയും വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഇത്രയും ഭടന്മാരെ നഷ്ടപ്പെട്ടു, തങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഭരണകൂടം അതുപോലെ തന്നെ ഉണ്ട്. അയത്തുള്ള ഖൊമേനിയെ വധിക്കാൻ പറ്റി, അലി ഖൊമേനിയെ വധിക്കാൻ പറ്റി, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ അധികാര കസേരയിൽ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസിലെ അംഗങ്ങൾ ഈ ട്രംപിൻ്റെ ധനാഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ? അതുകൊണ്ട് പണമാണ് 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 പ്രശ്നം. അത് വിഷയമാണ്. ട്രംപിനത് വിഷയമാണ്, അമേരിക്കൻ ജനതയ്ക്ക് വിഷയമാണ്, അമേരിക്കൻ പാർലമെന്റ് വിഷയമാണ്. അതുകൊണ്ട് ഇറാന് ഇതൊന്നും വിഷയമല്ല. പണമല്ല ഇറാന്റെ വിഷയം. ഇറാൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാൻ ആവണം, ഇപ്പോഴത്തെ വ്യവസ്ഥയ്ക്ക് നിലനിർത്താനാവണം. എത്ര ക്ഷീണം വേണമെങ്കിലും എത്ര പ്രഹരം വേണമെങ്കിലും ഏൽക്കാൻ അവർ തയ്യാറാണ്. എങ്കിലും ജീവൻ ബാക്കി ഉണ്ടാകണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീണ്ടും പൊരുതി നിൽക്കാനാവും, വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാൻ കഴിയും. കാരണം ഇറാൻ ഈസ് റിസോഴ്സ് റിച്ച്. എണ്ണ ഉള്ളിടത്തോളം കാലം ലോകത്തെ ആകെ എണ്ണ നിക്ഷേപത്തിലെ 3ാം സ്ഥാനത്താണ് ഇറാൻ എന്ന് ഓർക്കണം. ആദ്യം വെനസ്വേല, 2ാമത് സൗദി അറേബ്യ, 3ാം സ്ഥാനത്താണ് ഇറാൻ. ആ എണ്ണ പുറം ലോകത്ത് വിറ്റഴിച്ചാൽ മാത്രം മതിയാകും. തങ്ങളുടെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് തകർക്കും അമേരിക്ക. അത് പുനഃസ്ഥാപിക്കാൻ ഏറെ പണം വേണം. പക്ഷെ തങ്ങളുടെ എണ്ണ വിൽക്കാൻ സാധിച്ചാൽ അത് കാലക്രമേണ നാശനഷ്ടങ്ങൾ പരിഹരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാം. ഭാവിയിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ഒരുപക്ഷെ ഇറാന് കഴിയും. കാരണം അല്ല എങ്കിൽ എന്നും യുദ്ധമല്ലേ. ഈ യുദ്ധം കൺക്ലൂസീവായി അവസാനിച്ചില്ല എങ്കിൽ
എക്കാലത്തും യുദ്ധസാധ്യതയല്ലേ അവിടെ നിൽക്കുന്നത്. അറബ് രാജ്യങ്ങളുടെ കാര്യം ആലോചിക്കൂ, അവിടെയും അങ്ങനെ തന്നെയല്ലേ. അറബ് രാജ്യങ്ങൾക്കും ഈ യുദ്ധം കൺക്ലൂസീവായി അവസാനിക്കണം, അല്ല എങ്കിൽ എക്കാലത്തും ഇറാനിൽ നിന്നുള്ള ത്രെട്ട് ഉണ്ടാകണം. അതുകൊണ്ട് ഒരു ഡീൽ ആവശ്യമാണ്, ഒരു സമവായം ആവശ്യമാണ്, പൂർണ്ണമായ അമേരിക്കയുടെ പിൻവാങ്ങൽ ആവശ്യമാണ്, യുദ്ധവിരാമം ആവശ്യമാണ്, വെടിനിർത്തൽ ആവശ്യമാണ്. അത് തുടരണം. എല്ലാ വർഷവും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു അനുഷ്ഠാന കലയായി യുദ്ധത്തെ കാണാൻ ഇറാനും ആഗ്രഹിക്കില്ല, സൗദി അറേബ്യയും ആഗ്രഹിക്കില്ല, ഒരു ഗൾഫ് രാജ്യവും ആഗ്രഹിക്കില്ല. അമേരിക്കയ്ക്ക് ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിരിക്കാം. അമേരിക്കയ്ക്ക് അത് വീണ്ടും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് കുറച്ചുകൂടി തഴച്ചു വളരുന്നതിനുള്ള ഒരു ഉപാധിയാവാം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി യുദ്ധം, മാക്സിമം പ്രഹരം ഇറാൻ മാത്രമാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ റൈവൽ ആ പ്രദേശത്തെ എന്ന് ഓർക്കണം. അതുകൊണ്ട് അത് പരമാവധി യുദ്ധം എന്നത് ഇസ്രയേലിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യമാണ്. അത് തീർച്ചയായും നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ കാണണം. ജൂതരാഷ്ട്രത്തിന് നിലനിൽക്കാനാവണം. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇറാന് നിലനിൽക്കാനാവണം, സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിരന്തരം അമേരിക്കയുടെ കടന്നുകയറ്റം നടത്താതെ നിലനിൽക്കാനാവണം. അതേപോലെ തന്നെ ഇസ്രയേലിനും നിലനിൽക്കാനാവണം. ഇസ്രയേലും വിട്ടുവീഴ്ച ചെയ്യണം. പാലസ്തീൻ എന്ന രാജ്യം ഉണ്ടാവണം, സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഉണ്ടാവണം. ഇതൊക്കെയല്ലേ ശാശ്വത പരിഹാരങ്ങൾ. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ചില വിഷയങ്ങളിൽ, പാലസ്തീൻ ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങളിൽ പരിഹാരമില്ലാതിരിക്കുമ്പോൾ ആത്യന്തികമായി പുകയുന്ന അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലായിരിക്കും ഗൾഫ് മേഖല നിൽക്കുന്നത്. അതുകൊണ്ട് പരിഹാരങ്ങൾ, ഈ യുദ്ധം ലേശം നീണ്ടുപോയാൽ പോലും പരിഹാരങ്ങളുള്ള കൃത്യമായ കരാറുകൾ അതിലേർപ്പെട്ടില്ല എങ്കിൽ ഭാവിയിൽ യുദ്ധമുണ്ടാവില്ല എന്ന കൃത്യമായ ഉറപ്പുകൾ ഇസ്രയേലും ഇറാനും ഗൾഫ് രാജ്യങ്ങളും എല്ലാം പറയുകയും അതേപോലെ തന്നെ പലസ്തീൻ കോസ് യാഥാർത്ഥ്യമാവുകയും രാജ്യമുണ്ടാവുകയും ചെയ്താൽ ശാശ്വതമായ പരിഹാരമുണ്ടാകും. നമുക്ക് വേണ്ടത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയല്ല വേണ്ടത്, പരിഹാരങ്ങളാണ്. ശാശ്വതമായ ലാസ്റ്റിംഗ് സൊല്യൂഷൻസ് ആണ് ആവശ്യം.